വെൽക്കം ബാക്ക് ടു അക്കനിക്സ്. മിസ്സേ, നമ്മളിപ്പോ എന്തിനാ ഇവിടെ വന്നത്? ഇപ്പൊ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ബയോളജി, അതായത് ബോട്ടണിയും സുവോളജിന്റെ വെയിറ്റേജ്, പ്രീവിയസ് ഇയർ വെയിറ്റേജ് നോക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ക്രിസ്മസ് എക്സാമിന്റെ വെയിറ്റേജ്. ഓക്കെ, സുവോളജി ഇതാണ് മക്കളെ. സുവോളജി നോക്കാം. ലിവിംഗ് വേൾഡ് നമ്മളെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. എല്ലാ ഇയറും 24 ആവട്ടെ, 23 ആവട്ടെ, 22 ആവട്ടെ, ഇതൊക്കെ 4. അപ്പൊ എനിക്ക് തോന്നുന്നത് ലിവിംഗ് വേൾഡിൽ കണ്ടന്റ് പണ്ട് കുറച്ച് കൂടുതൽ കണ്ടന്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് കണ്ടന്റ് അതിന്റെ കുറവാണ്. പക്ഷെ 4 പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ദ കിങ് ആരാ? അനിമൽ കിങ്ഡം. സുവോളജി നമ്മുടെ സുവോളജി അല്ല, ബയോളജിന്റെ തന്നെ കിങ് ആയിരിക്കും അനിമൽ കിങ്ഡം. ഇത്രയും മാർക്കിന് ചോദിക്കുന്ന ഒരു ചാപ്റ്റർ വേറെ ചാപ്റ്റർ ഇല്ല. വെയിറ്റേജ് കൂടുതലാണ്, കണ്ടന്റ് കൂടുതലാണ്. ഓക്കെ, ടഫ്നെസ് ഉണ്ടോ വെച്ചാൽ ടഫ്നെസ് ഇല്ലാന്ന് പറയാം. കോൺസെപ്റ്റ് അല്ല, മൊത്തം ഫാക്ച്വൽ ആണ്. കുറെ പോയിന്റ്സ്, കുറെ എക്സാമ്പിൾസ് പഠിക്കണം, കുറെ പ്രോപ്പർട്ടീസ് പഠിക്കണം. ഓക്കെ, എനിക്ക് തോന്നുന്നു പ്ലസ് വൺ കുട്ടിയൊക്കെ ടഫ് ആയിട്ട് തോന്നും, പക്ഷെ അതിൽ കുറെ സമയം സ്പെൻഡ് ചെയ്യാം, അപ്പൊ നല്ല മാർക്ക് കിട്ടും. 2024 13, 2023 13, 22 17 മാർക്കിന് ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമ്മള് ഫ്രോഗ് മീൻസ് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ഇൻ ആനിമൽസ്. ഓക്കെ, ആ ചാപ്റ്റർ നമ്മള് ഫ്രോഗ് ആണ് ഇപ്പൊ ആകെ ഉള്ള കണ്ടന്റ് ആയിട്ട്, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതാണ് നമ്മള് ഫ്രോഗ് കിട്ടുന്നത് കേട്ടോ. 24 4 മാർക്ക്. ആകെ അത്രയും വലിയൊരു നമ്മള് ഫ്രോഗിൽ അത്രയും കുറെ സാധനം പഠിക്കാണ്ടെങ്കിലും ആകെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കുറച്ച് പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഫ്രോഗിൽ വീണ്ടും 4 മാർക്ക് 2020 ചോദിച്ചിട്ടില്ല, ക്വസ്റ്റ്യൻസ് ചോദിച്ചു. ബയോമോളിക്യൂൾ വീണ്ടും ഒരു ടഫ് ചാപ്റ്റർ ആണ്. ടഫ് ചാപ്റ്റർ മീൻസ് കണ്ടന്റും കൂടുതലാണ്, കുറച്ച് കോൺസെപ്റ്റൽ ആണ്, കുട്ടികൾക്ക് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതായത് പുതിയ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ പഠിക്കാത്ത കാര്യങ്ങൾ അവിടെ പഠിക്കുന്നത്. ബയോമോളിക്യൂൾ ഇപ്പൊ ബയോമോളിക്യൂളിൽ 2024 4 മാർക്കിന് ക്വസ്റ്റ്യൻ, 23 5 മാർക്കാണ്, 22 13 മാർക്ക്. അപ്പൊ നല്ല പഠിച്ചാൽ മാർക്ക് കിട്ടും. കുറച്ച് നല്ലൊരു ടഫ് ചാപ്റ്റർ ആണെങ്കിൽ പോലും നല്ല ചാപ്റ്റർ ആണ്. ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഓക്കെ, നല്ലൊരു നമ്മുടെ ഫിസിയോളജി, ഹ്യൂമൻ ഫിസിയോളജിന്റെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ബ്രീത്തിങ്. ഓക്കെ, ബ്രീത്തിങ്ങിൽ 5 മാർക്കിന് വെച്ചിട്ടുണ്ട്, 23 5 മാർക്കിന് വെച്ചിട്ടുണ്ട്, 22 1 മാർക്കിന് വെച്ചിട്ടുണ്ട്. കാരണം 22 ആകുമ്പോഴത്തേക്ക് 23 എത്തുമ്പോഴത്തേക്ക് കുറെ ചാപ്റ്റേഴ്സ് ഡിലീറ്റ് ആയി പോയി. അതാണ് പിന്നെ അതിന്റെ വെയിറ്റേജ് കൂടാൻ തുടങ്ങി. ഓക്കെ, ബോഡി ഫ്ലൂയിഡ്സിൽ നമ്മൾ പറയുമ്പോൾ അന്നും ഇന്നും എന്നും എത്ര 7 മാർക്കിന് ക്വസ്റ്റ്യൻ. ഓക്കെ, ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ ഹാർട്ട്, ആ മെക്കാനിസം പഠിക്കുമ്പോൾ തന്നെ കുറെ സ്കോർ ചെയ്യും. പിന്നെ ഇപ്പൊ പറയുന്നുണ്ട് എക്സ്ക്രീറ്ററി പ്രൊഡക്ട്സ് എലിമിനേഷൻ നമ്മളുടെ എക്സാമിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ മുന്നേ ചോദിച്ച അങ്ങനെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടില്ല. നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, മുന്നേ ചോദിച്ചിട്ടില്ല, പക്ഷെ ഇപ്രാവശ്യം പറയുന്നുണ്ട്. നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് ഒരു 5 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത പ്ലസ് വൺ ബോട്ടണി നോക്കാം. എന്താണ് പ്ലസ് വൺ ബോട്ടണി? കുറെ ചാപ്റ്റർ ഇഷ്ടം പോലെ ചാപ്റ്റർ ഉണ്ടല്ലോ. എല്ലാത്തിനും തന്നെ അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്. ഓക്കെ പറയൂ. ഫസ്റ്റ് വൺ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പൊ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന് വെയിറ്റേജ് കുറച്ച് കുറവായിരിക്കും, കാരണം അവിടെ ഫസ്റ്റ് ചാപ്റ്റർ കുറവായിരിക്കും. എന്നാലും പക്ഷെ ഞങ്ങൾ അനിമൽ കിങ്ഡത്തിന് അങ്ങനെയല്ല കേട്ടോ. അനിമൽ കിങ്ഡം ഞങ്ങൾ കുറെ ചെയ്യും. 2024 3 മാർക്കേ ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ 23 6 മാർക്ക്, 22 5 മാർക്ക്. അപ്പൊ ഈ തവണ നിങ്ങൾക്ക് ഏകദേശം ഒരു 3 to 4 മാർക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് പ്ലാന്റ് കിങ്ഡം. അതെ, ആനിമൽ കിങ്ഡത്തിന്റെ അത്രയും അനിമൽ കിങ്ഡത്തിന്റെ അത്ര ഇല്ല, എന്നാലും അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് നമ്മുടെ പ്ലാന്റ് കിങ്ഡം. അപ്പൊ അതിൽ വെയിറ്റേജ് 6 മാർക്ക് ഉണ്ട്, 6 മാർക്കാണ്, 23 4 മാർക്ക്, 22 7 മാർക്ക് ഉണ്ട്. എനിക്ക് ഞാൻ പഠിക്കുമ്പോൾ ഏറ്റവും ടഫ് ആയിട്ട് തോന്നിയ 2 ചാപ്റ്റർ ആണ് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റും അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്. അത് എന്താ അറിയില്ല, എനിക്ക് എത്ര പഠിച്ചാലും അങ്ങ് തലയിൽ നിൽക്കില്ല. പക്ഷെ അത് നമ്മുടെ പ്ലാന്റ്സിനൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്യുന്നവർക്ക് വളരെ അല്ലാണ്ട് നമ്മളത് ബൈ ഹാർട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ വളരെ ടഫ് ആയിട്ട്. ഞാൻ കൺസെപ്റ്റിൽ പഠിക്കുന്ന ഒരാളായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ് നോക്കാം. മോർഫോളജിയിൽ 8 മാർക്ക്, അത് മാർക്ക് കൂടുതൽ വരുന്ന 2 ചാപ്റ്റർ ആണ്. അതെ, 7 മാർക്കും 2024 2023 6 മാർക്സ് ആണ്. അതുപോലെ 5 മാർക്കാണ്. 12 7. അപ്പൊ നമ്മൾ ഈ മോർഫോളജി അനാട്ടമി പറഞ്ഞ ആനിമൽ കിങ്ഡം ഒരുമിച്ചാ കിട്ടുന്ന മാർക്കുള്ളൂ കേട്ടോ അല്ലേ? ശരി, അടുത്ത നോക്കാം. ഇനി 2 ചാപ്റ്റേഴ്സ് ഈ പറഞ്ഞ പോലെ ടഫ് ആണോന്ന് ചോദിച്ചാൽ കുറച്ച്, പക്ഷെ എനിക്ക് തോന്നുന്നു അതിൽ കുറെ കോൺസെപ്റ്റ്സ് പഠിക്കാൻ ഒത്തിരി കോൺസെപ്റ്റ്സ് ഉണ്ട്. അത്യാവശ്യം വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്റർ തന്നെയാണ് അത്. സെൽ യൂണിറ്റ് ഓഫ് ലൈഫ് ആൻഡ് സെൽ സൈക്കിളും ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് തന്നെ പറഞ്ഞു. അപ്പൊ ഇതിൽ 2024 7 മാർക്സിനും 7 മാർക്കിനും 8 മാർക്കാണ് സെൽ ഈക്വൽ ആയിട്ട്, ഓൾമോസ്റ്റ് ഈക്വൽ. വീണ്ടും ഈക്വൽ ആണ് 6ഉം 5ഉം. പക്ഷെ 2022 എനിക്ക് തോന്നുന്നു അങ്ങോട്ട് എടുത്ത ചാപ്റ്റർ അവര്
സെൽസ് നമ്മള് ആ ഒരു കോവിഡ് കഴിഞ്ഞ ടൈം അതെ ആ ഒരു ടൈമാണ് cell unit of life വരെ. ഡിലീഷൻ ഒക്കെ ഓ. വന്നത് അപ്പൊ അതുകൊണ്ടും കൂടിയാണ് ആ വെയിറ്റേജ് അന്ന് ചോദിക്കാണ്ടിരുന്നത്. അപ്പൊ നമ്മൾ റീസെന്റ് ആയിട്ട് നോക്കുമ്പോൾ എവിടെ നിന്നുണ്ട് സെൽ സൈക്കിൾ സെൽ ഡിവിഷൻ ഉണ്ട്. അതെ അതെ ഇപ്പൊ ചോദിക്കുന്നുണ്ട് ഈ Okay. ചാപ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആൻഡ് ഫൈനലി ദ ലാസ്റ്റ് ചാപ്റ്റർ ആണ് Photosynthesis. ഫോട്ടോസിന്തസിസ്. എല്ലാവരുടെയും പേടി സ്വപ്നമായിട്ടുള്ള സിമ്പിളാ ഭയങ്കര. ആണ് എന്ത് ഈ പറയുന്ന ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ അതിന് 2023ലാണ് 7 മാർക്കിന് ക്വസ്റ്റ്യൻ. കാരണം ഈ ചാപ്റ്റർ ഡിലീഷൻ വന്നോണ്ടാണ് ഓക്കെ അന്ന സമയത്ത് അല്ലേ. അതെ അതുകൊണ്ടാണ് അന്ന് ചോദിക്കാതിരുന്നത്. പക്ഷെ ഇപ്പൊ എന്താണ് അതിനകത്ത് Questions വരുന്നുണ്ട്. അതെ 23-ല് 7 മാർക്ക് ഉണ്ട്. പക്ഷെ 24-ലും അന്ന് ആ ടൈമിൽ അത് എടുത്ത് തീർക്കാത്തോണ്ട് ഒരു കൺഫ്യൂഷൻ അന്ന് എടുക്കാതിരുന്ന ആ അപ്പൊ ക്വസ്റ്റ്യൻ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ എന്താ യാത് കൂട്ടി പഠിക്കുക അല്ല. പക്ഷെ ഈ പ്രാവശ്യം ഫോട്ടോസിന്തസിസ് പകുതി വരെ ഉണ്ട്. ഓക്കെ അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമായിരുന്നു. ഓക്കെ എന്തായാലും പഠിക്കാം എല്ലാവരും പഠിക്കണം. ഫോട്ടോസിന്തസിസ് പകുതി വരെ എന്താണേലും പഠിക്കണം. അതിന്റെ അന്ന് ഒരു 3 മാർക്ക് 4 മാർക്ക് എന്തായാലും എക്സ്പെക്ട് ചെയ്യാം അല്ലേ. ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മളുടെ ബയോളജി ബയോളജി വെയിറ്റേജ് ഡിസ്കഷൻ. എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. ബൈ. ബൈ.